But every sin brings suffering. But not every suffering is not because of sin. എല്ലാവർക്കും കഷ്ടതയുണ്ട്. ചില കഷ്ടതകൾ നമ്മുടെ നന്മയ്ക്കാണ്, ചില കഷ്ടതകൾ ദൈവനാമ മഹത്വത്തിനാണ്. ആമേൻ. പാപം നിമിത്തം, തെറ്റ് ചെയ്യുന്ന നിമിത്തം നമുക്ക് കഷ്ടത വരും. തീർച്ചയായും തെറ്റുകൾ, ദൈവത്തോടുള്ള പാപം നമ്മളെ കഷ്ടതയിലേക്ക്, പരീക്ഷയിലേക്ക് നടത്തുക തന്നെ ചെയ്യും. പക്ഷെ എല്ലാ കഷ്ടതകളും പാപം ചെയ്തത് കൊണ്ടല്ല. അതാണ് ഒരു ഉദാഹരണമായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. God wants to work it out in our life in the midst of problem. God is not letting you go with your problem. Jesus encountered a man who is a blind man, is a beggar, sitting by the road and asking for his livelihood. അവന്റെ ദൈനംദിന ജീവിതത്തിന് ഭക്ഷണം കഴിക്കുവാൻ അവൻ യാചിച്ച് മറ്റുള്ളവരുടെ ദയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യാചകനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ശിഷ്യന്മാരുടെ കണ്ണിൽ അവൻ ശാപഗ്രസ്തനാണ്. For the disciples of Christ, he is a cursed person. For the community, for the society, he is a cursed person. അവൻ ശാപഗ്രസ്തനായി പിറന്നു, അവൻ ശാപത്തിൽ ജീവിക്കുന്നു, അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇത് ആരുടെയോ പാപത്തിന്റെ പരിണിത ഫലമാണെന്ന് സമൂഹം വിലയിരുത്തുന്നു. വരട്ടെ, എല്ലാവരെയും അങ്ങനെ വിലയിരുത്തി തള്ളാൻ വരട്ടെ. Just hold on to that thought. Do not think and believe that all the sufferings and the trouble and the problem in the man's life is because of sin or curse. No, there are certain things that happens in the life of a mankind to glorify the name of the Lord.